അമ്മാവൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ അതൊരു വലിയ ഒരു സ്ഥാനം തന്നെയായിരുന്നു. ഒരു കുടുംബത്തിന്റെ തന്നെ അടിസ്ഥാനമാണ് ആ ഒരു കുടുംബത്തിലെ കാരണവരായിട്ടുള്ള അമ്മാവൻ എന്ന് പറയുന്നത്. ഇന്നൊക്കെ അതൊക്കെ മാറി അമ്മാവൻ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്നും അങ്കിൾ എന്ന് പറയുന്ന ആ ഒരു കുട്ടി പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയതോടുകൂടി അപ്പോ എന്താ പറയുന്നത്, മുകളിൽ നിന്നും താഴേക്ക് പോന്നു. അതോടുകൂടി ആ ഒരു വാക്കിന്റെ ഗാംഭീര്യം കുറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളരെയധികം സിമ്പിൾ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അമ്മാവൻ എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കിടക്കുന്ന പേനയുടെ അത്ര പോലും വില കൊടുക്കാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതായത് എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ 100 കുടുംബങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 75ഓളം കുടുംബങ്ങളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എവിടെയാണ് ഇന്ന് കാരണവന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ റെസ്പെക്റ്റോട് കൂടി ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളത് കാണാറില്ല. കാരണം എന്തുകൊണ്ടാണ്? വീട്ടിലുള്ള മുതിർന്ന ആളുകൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്. അപ്പൊ പണ്ടൊക്കെ നമ്മളൊക്കെ ശീലിച്ചു വന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പഠിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷെ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും, ഇനി TV കണ്ടുകൊണ്ടിരുന്നാലും ശരിയാണ്, വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പിതാവാം, സഹോദര സ്ഥാനത്തുള്ള ആളാവാം, അതുമല്ലെങ്കിൽ അയൽക്കാരാവാം, അല്ലെങ്കിൽ ബന്ധുക്കളാവാം, അങ്ങനെ ആരുമാവാം. നമ്മളെക്കാളും ഒരു വയസ്സിന് മൂത്ത ആളെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് മാറുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അത് ഫോളോ ചെയ്ത് വരുന്ന ആളുകളാണ്. എൻ്റെ കുട്ടികൾക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അതൊന്നും കാണാനില്ല. കുട്ടികളായാലും അമ്മച്ചിമാരായാലും ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും മറ്റേ കാലിന്റെ മണ്ടേ കൂടി വെച്ചിട്ട് അങ്ങ് ഇരിക്കും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അങ്ങ് ഇരിക്കും. അതാണ് ഇന്ന് കണ്ടുവരുന്നത്.